പ്രൊഫഷണൽ മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് ഇൻഫോ പാർക്ക് പോലീസ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. പി വിപിൻകുമാറിന്റെ പരാതിയിലാണ് നടപടി. നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിപിൻ പറഞ്ഞു. എന്നിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് തന്നോട് പെരുമാറിയത്. എന്തൊക്കെ തെറികളാണ് വിളിച്ചത്, എന്തൊക്കെ മോശം വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നത് ഉൾപ്പെടെ എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള തെറിയാണ് ഈ ഉണ്ണി മുകുന്ദൻ വിപിൻകുമാറിനെ വിളിച്ചത് എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. ഇവനാണ് ഈ ഉണ്ണി മുകുന്ദൻ ഇത്ര കാലമായിട്ട് ഈ സമാജം സ്റ്റാർ, ഈ മതത്തിന്റെ എലമെന്റ്, ഈ പറഞ്ഞ പാർട്ടി എലമെന്റ്, സംഘീയ എലമെന്റ്, പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ സിനിമയുടെ നടിയായിട്ടൊരു ഹുക്കപ്പ് സാധനം, ഇല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കല്യാണത്തിന്റെ സാധനം, ഇവൻ ഈ തേർഡ് റേറ്റ് PR മെത്തേഡ് മാത്രമേ അറിയൂ. നീ ഒരുത്തനെ അവനെ കൂടെ കൊണ്ടുവന്ന് വഷളാക്കുന്നത്. വിപിൻകുമാർ പറഞ്ഞതുപോലെ ഫ്ളാറ്റിൽ കയറി തല്ലുകയായിരുന്നില്ല. വിപിൻകുമാറും ഉണ്ണി മുകുന്ദനും വിപിൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെയുള്ള കാർ പാർക്കിൽ വെച്ചാണ് തർക്കത്തിലേർപ്പെട്ടത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഉണ്ണി മുകുന്ദൻ വിപിൻകുമാറിന്റെ കണ്ണിലിരുന്ന കണ്ണാടി എടുത്ത് വലിച്ചെറിഞ്ഞു എന്നതും വാസ്തവമാണ്. ആ കണ്ണാടി ടോവിനോ തോമസ് വാങ്ങിക്കൊടുത്തതായതുകൊണ്ട് മാത്രമാണ് ടോവിനോയും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായി കഥകൾ രൂപപ്പെട്ടത്. വാസ്തവത്തിൽ ഉണ്ണി മുകുന്ദനും ടോവിനോയും അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് അവന്മാരെ തമ്മിൽ തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഉണ്ണി എന്നോട് പറഞ്ഞത് ടോവിനോയ്ക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നും ഇല്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിപിൻകുമാർ ഉണ്ണി മുകുന്ദന്റെ മാനേജർ അല്ല എന്നതാണ്. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും. മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സിനിമാ താരങ്ങളുടെ ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡലറാണ്. സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് വിപിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ. അതിനുവേണ്ടി ഉണ്ണി മുകുന്ദൻ പ്രതിഫലം കൊടുക്കാറുണ്ട്. എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വെച്ചിട്ട് പോകുന്ന ഈ മാമച്ചൻ. അതിനപ്പുറത്തേക്ക് വിപിൻകുമാർ ഉണ്ണി മുകുന്ദന്റെ ജീവനക്കാരനോ മാനേജരോ അല്ല. പരാതിയിൽ മർദ്ദിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നും പോലീസ് പറയുന്നു. ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ CCTVയിലുണ്ട്. പക്ഷേ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഒരു വാക്ക് തർക്കവും അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കേസ് ഉണ്ടാകുമോ എന്ന ഭയത്താൽ മറ്റൊരു പരാതി നൽകിയതാണോ എന്നുള്ളത് പോലും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.